ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യാനായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു കുട്ടി വ്ളോഗ്. അതിനു മുമ്പ് ആ കമൻറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ 14K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. ഇന്നലെ ആയിരുന്നു കേട്ടോ 14K ആയത്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തവരെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അതിലും ഒരു ഹാപ്പി. പിന്നെ ഇന്നലെ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഞാൻ ഇപ്പം കൂടുതലും ക്ലീനിങ് വീഡിയോസ് ആണല്ലോ ഇടുന്നത്. അപ്പോൾ അതിന് വന്നിട്ട് ഞാൻ തമ്പനെയിലിൽ കൊടുക്കും റെൻറ്റ് ഹൗസ് ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, റെൻറ്റ് ഹൗസ് ലൈഫ് അങ്ങനെയൊക്കെ കൊടുത്തപ്പോഴത്തേനും എനിക്കതിലൊരു കമൻറ്റ് വന്നത്, ഇപ്പം എന്താണ് റെൻറ്റിന് താമസിക്കുന്നത്, ഇതെന്താ റെൻറ്റിന് താമസിക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി കമൻറ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേർക്കൊക്കെ സംശയം കാണുമല്ലോ. പിന്നെ അതിൽ വന്നത്, നേരത്തെ താമസിച്ചിരുന്ന വീടുണ്ടല്ലോ അതെവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഓൾറെഡി റെൻറ്റിനാണ് താമസിക്കുന്നത്. കുറേ നാളുകൊണ്ട് റെൻറ്റിന് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പക്ഷേ അത് വ്ളോഗിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടയ്ക്കൊക്കെ ഓരോ വ്ളോഗിൽ പറയുമെന്നല്ലാതെ ഇങ്ങനെ തമ്പനെയിലോ അല്ലാതെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതി ചേർക്കുന്നതേ ഉള്ളേ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ കമൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളുടെ കല്യാണം, എൻ്റെ ചേട്ടായിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടിയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും ചേട്ടായിയുടെ അച്ഛൻ, അമ്മ, ചേട്ടന്മാർ എല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ സെപ്പറേറ്റ് മാറിയത്, ഇങ്ങോട്ട് മാറി. അതും ഓൾറെഡി റെൻറ്റിന് തന്നെയാണ് താമസിച്ചത്. എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ചിരുന്നപ്പോഴും റെൻറ്റിന് തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് മാറിയപ്പോഴും ഈ വീടും റെൻറ്റിന് തന്നെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണ് നേരത്തെ വീഡിയോയിൽ എൻ്റെ വീടെന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതെവിടെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. എൻ്റെ വീടാണ്. എൻ്റെ വീട് വന്നിട്ട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അടൂരെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ഈ വട്ടിയൂർക്കാവിൽ താമസം തുടങ്ങിയത്. അപ്പോൾ ആ കണ്ടത്, ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്ത ഒരു വ്ളോഗുകളാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. എൻ്റെ വീടെന്നും പറഞ്ഞിട്ട് കണ്ടത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ടയാണ്. നമുക്കിപ്പം അവിടെ പോയി താമസിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് സ്വന്തം വീടുണ്ട്, അത് ശരി തന്നെ. പക്ഷേ നമുക്ക് അങ്ങ് പോയിട്ട് എല്ലാവർക്കും കൂടെ താമസിക്കാനായിട്ട് പറ്റത്തില്ല. ചേട്ടായിയുടെ ജോലി ഇവിടെയാണ്, ചേട്ടായിയുടെ ഫാമിലി ഇവിടെയാണ്, ചേട്ടായിയുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാണ് കേട്ടോ. ചേട്ടായി ജനിച്ച് വളർന്നത് ഈ തിരുവനന്തപുരത്താണ്. അപ്പോൾ പിന്നെ അങ്ങ് പോകുന്നതിൽ കാര്യമില്ല. അവിടെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മളും അവിടെ വീട് വാങ്ങിച്ച്, അല്ല വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുകയാണ് കേട്ടോ, അച്ഛനും അമ്മയും. അവിടെയും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ചേട്ടായിയുടെ റിലേറ്റീവ്സും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി താമസിക്കാനായിട്ട് എന്താ പറയുക, പറ്റത്തില്ല. അപ്പം നമ്മളിവിടെ തന്നെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുട്ടി വ്ളോഗാണ്. ഇല്ലെങ്കിൽ ഞാൻ ക്ലീനിങ് വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് പേർക്ക് എൻ്റെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ക്ലീനിങ് വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ച് ആ കമൻറ്റ് എഴുതി ഇടാൻ വേണ്ടിയിട്ട് എന്തോരം സമയമെടുക്കും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് വരാം. രാവിലെ തന്നെ നീലൂട്ടനെ അംഗൻവാടി വിടാനായിട്ട് പോവാം കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നീലൂട്ടന് ബർത്ത്ഡേക്ക് കിട്ടിയതാട്ടോ. ബർത്ത്ഡേക്ക് ശ്രീദേവി ചേച്ചിയാണെന്ന് തോന്നുന്നു എടുത്തു കൊടുത്തത്. എനിക്ക് ഈ ഒരു നിക്കറും ഉടുപ്പും ഭയങ്കര ഇഷ്ടമാണ്. ഇതിടുമ്പം അവന് ഈ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്ന ഒരു ഫീലാണ് എനിക്കതിടുമ്പോൾ. അപ്പം ഞാൻ മിക്ക ദിവസവും ഇത് ഇടിച്ച് വിടാറുണ്ട്.
അങ്ങനെ നീലൂട്ടൻ റെഡിയായി. പിന്നെ ഇനി ബാഗിൽ ഒരു നിക്കർ, ഒരു ഉടുപ്പ്, ഒരു കർച്ചീഫ്, അതായത് മുഖവും കയ്യും ഒക്കെ തുടയ്ക്കാനായിട്ടുള്ള ഒരു കർച്ചീഫും കൂടി വെച്ച് കൊടുത്താൽ മതി. വേറൊന്നും നമ്മൾ കൊടുത്തു വിടണ്ട കേട്ടോ. രാവിലത്തെ കാപ്പി അവിടെ ഉണ്ട്. എന്നാലും രാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ ഞാൻ. അപ്പോൾ രാവിലെ ഞാൻ അപ്പമായിരുന്നു എടുത്തത്. ഒരപ്പം കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. 10:30 അവിടെ നിന്ന് കാപ്പി കൊടുക്കും. പിന്നെ 12:30 1 മണി അതിനകത്ത് ഉച്ചക്കലത്തെ ഫുഡ് കൊടുക്കും. പിന്നെ 2:30 3 മണി അതിനകത്ത് നമ്മുടെ അല്ലാത്ത എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ 3:30 പോയി വിളിച്ചുകൊണ്ട് വരും. 3:30 വരെ അംഗൻവാടിയിലെ സമയം കേട്ടോ. അപ്പോൾ രാവിലെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുവാന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ചേട്ടായി ഇല്ല. ചേട്ടായി ഇല്ലാത്തതിൻ്റെ കാരണം ചേട്ടായി വീട്ടിലില്ല. ചേട്ടായി തൃശ്ശൂർ പോയേക്കുക കേട്ടോ, മീറ്റിങ്ങിനായിട്ട് പോയേക്കുക. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെയാണ്. ഞാൻ മെയിനായിട്ടും ആ ഒരു കമൻറ്റിനുള്ളൊരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വ്ളോഗ് എടുത്തതാണ് കേട്ടോ. പിന്നെ ചേട്ടായി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് രാവിലെ പോവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചേട്ടായി കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ചേട്ടായി ജോലിക്ക് പോവും. അല്ലെങ്കിൽ ചേട്ടായിയും കൂടെ റെഡിയായിട്ട് അങ്ങ് പോവും ജോലിക്ക്. അവനെ കൊണ്ടുവിട്ടിട്ട് നേരെ അങ്ങ് ജോലിക്ക് പോയിട്ട് വരും കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന് വിടണം. ഇനിയിപ്പം എടുത്തുകൊണ്ട് വേണം പോവാൻ. ബൈക്കിൽ പോയി നീലൂട്ടൻ ഇപ്പം നടക്കാനായിട്ട് ഇച്ചിരി മടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയുമ്പം എന്താ പറയുക, കുറച്ചൊക്കെ നടക്കും കേട്ടോ. അങ്ങനെ രാവിലെ അപ്പമൊക്കെ എടുത്ത് കഴിച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലെയും നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പം വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുക. ഇനി അടുത്ത ക്ലീനിങ് വീഡിയോ എന്താ പറയുക, ഉറപ്പായിട്ടും അടുത്ത് തന്നെ വരുന്നതായിരിക്കും. വീടൊക്കെ ഇത്തിരി അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. അലങ്കോലം മീൻസ് മാറാല അങ്ങനെയൊന്നുമല്ല, അതൊക്കെ അടിച്ച് വൃത്തിയാക്കി തന്നെ ഇട്ടേക്കുന്നത്. കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടുക്കി പറക്കാനും ഒക്കെ ഉണ്ട്. റൂമൊക്കെ ഒതുക്കാനുണ്ട്. നീലൂട്ടിന് ചെറിയൊരു ജലദോഷത്തിൻ്റെ അല്ല, പനി വന്നതിൻ്റെത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. മൂക്കൊലിപ്പ് ഇപ്പോഴും ഉണ്ട്, ചെറിയ ചുമയും ഇപ്പോഴും ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടൊക്കെ വിടുന്നത്, അവിടെ പോയിട്ട് ഓടരുത്, ചാടരുത്, ഇരുന്ന് കളിക്കണം, വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്നാലും അവൻ കേൾക്കത്തില്ല. ഇങ്ങനെ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ഈ കഫക്കെട്ടും ചുമയൊന്നും കുറയാത്തത്. പിന്നെ എന്താണ്, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നീലൂട്ടനെ കൊണ്ടുപോയി അംഗൻവാടി വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ ക്ലീനിങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചു.